വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. അത് എത്ര ആൾക്കാർ വിമർശിച്ചാലും ഇല്ലെങ്കിലും അച്ഛൻ അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു വിജയം വന്നത് എനിക്ക് പേഴ്സണലി ഇത് വലിയൊരു അതിശയം തന്നെയാണ്. പക്ഷെ അത് ആയി. അപ്പോൾ ഇനി അച്ഛൻ എന്തുന്നതിനെക്കാട്ടിലും അച്ഛൻ ഇനിയും നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റട്ടെ, അതിനുള്ളൊരു അവസരമാണിത്. അപ്പോൾ അടുത്ത 5 വർഷത്തിൽ അച്ഛൻ്റെ വർക്ക് എന്താണെന്ന് മനുഷ്യർ ജനങ്ങളും നിങ്ങളെല്ലാവരും തന്നെ കണ്ട് അതിനനുസരിച്ച് പിന്നെ അങ്ങോട്ട് ചിന്തിച്ചാൽ മതി. ഇപ്പം ഉള്ളൊരു അടുത്ത വർഷങ്ങൾ എന്ന് പറയുന്നത് അച്ഛൻ്റെ തന്നെ എന്താ പറയുക, അച്ഛന് ചെയ്യേണ്ട കാര്യങ്ങൾ കാണിച്ചു തരാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ കണ്ട് അതിനൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ മതി. തൃശ്ശൂരിന് വേണ്ടി മാത്രമല്ലല്ലോ, കേരളത്താകെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ നിൽക്കുന്നത്. അപ്പോൾ ആ വികസനത്തിലൊക്കെ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഞാൻ പൊളിറ്റിക്കലി ഒന്നും പറയാൻ പോകുന്നില്ല. ഞാനത് പറയാൻ ആരുമല്ല. അച്ഛൻ്റെ വർക്ക് അച്ഛൻ നിങ്ങൾ തന്നെ കാണുന്നുണ്ട് എന്താണ് വർക്ക് ചെയ്യുന്നതെന്ന്. അത് അച്ഛൻ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഈ അച്ഛന് ഒരുപാട് ട്രോൾസ് ഒക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ അച്ഛന് ട്രോൾ ചെയ്യുമ്പോൾ മക്കളെന്ന നിലയിൽ നിങ്ങൾക്ക് ഭയങ്കര വിഷമം തോന്നി അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ എങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്? ആൾക്കാർക്ക് എന്ത് വേണേലും പറയാനുള്ള അധികാരം ഉണ്ടല്ലോ. നമ്മൾ നെഞ്ചത്തോടെ എടുക്കണോ വേണ്ടയോ നമ്മൾ തീരുമാനിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിമർശനങ്ങൾ വരും. നല്ലത് ചെയ്താലും ആൾക്കാർ എന്തെങ്കിലും കുറ്റം പറയും, കണ്ടുപിടിക്കും. അപ്പോൾ അതൊക്കെ അതിൻ്റെ രീതിയിൽ അങ്ങ് പൊയ്ക്കോളും. അതിനൊന്നും നമ്മൾ വലിയതായിട്ട് കൽപ്പിക്കാറില്ല. ഇത്രയും ഭൂരിപക്ഷം പ്രതീക്ഷ ജയിക്കുന്ന ഓൾറെഡി പ്രതീക്ഷ ഉണ്ട്, എന്നാലും അങ്ങോട്ട് പോവാട്ടോ. സ്ക്രീനിങ്ങിന് ഇപ്പം അച്ഛൻ്റെ ദിവസമല്ല, ചേട്ടൻ്റെ ദിവസമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സിനിമ കാണാനായിട്ട് അതുകൊണ്ട് പോകും.